Hello guys, welcome back to Starlive Tech. സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 20 സീരീസ് ഒഫീഷ്യലി ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് 20 സീരീസിൽ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് വരുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 20 അതുപോലെ തന്നെ നോട്ട് 20 അൾട്ര. അപ്പോൾ നമ്മളിന്ന് സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 20 അൾട്ര എന്ന സ്മാർട്ട് ഫോണാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.9 ഇഞ്ചിൻ്റെ ഒരു ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിൽ വരുന്നത്. QHD+ റെസൊല്യൂഷൻ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഒരു സെൻട്രൽ പഞ്ച് ആണ് വരുന്നത്. ഏകദേശം 91.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 1440x3088 ആണ് ഈ ഡിവൈസിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. അതോടൊപ്പം 496 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 19.3:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം നമുക്ക് HDR10+, അതുപോലെ തന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നീ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് ഗോറില്ല ഗ്ലാസ് VICTUS ആണ് ലഭിക്കുന്നത്. അതോടൊപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം ആണ് ഈ ഡിവൈസിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസ് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് കൂടിയാണ്. ഇനി നമ്മൾ ഈ ഡിവൈസിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിന്റെ 990 എന്ന ചിപ്സെറ്റ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം മാലി G77 MP11 ആണ് ഈ ഡിവൈസിന്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 10 ബേസിൽ One UI 2.1 ആണ് ഈ ഡിവൈസിന്റെ യൂസർ ഇന്റർഫേസ് വരുന്നത്. പിന്നെ ഈ ഡിവൈസ് നമുക്ക് 3 വേരിയന്റുകളിലാണ് വരുന്നത്. ബേസ് വേരിയന്റ് വരുന്നത് 12GB RAM ആൻഡ് 120GB ഇന്റേണൽ സ്റ്റോറേജ് ആണ്. ആൻഡ് മിഡിൽ വേരിയന്റ് വരുന്നത് 12GB RAM 256GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. അതോടൊപ്പം ടോപ്പ് വേരിയന്റ് വരുന്നത് 12GB RAM 512GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. റാം എല്ലാ വേരിയന്റും സെയിം തന്നെയാണ്, ഇന്റേണൽ സ്റ്റോറേജ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് ഈ ഡിവൈസിന് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഡിവൈസിന്റെ ക്യാമറ സെഗ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. പ്രൈമറി സെൻസർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 108 മെഗാപിക്സൽ ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. അതോടൊപ്പം നമുക്ക് 12 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50x വരെ ഡിജിറ്റൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് കൂടി നമുക്ക് റിയർ സൈഡിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 8K വീഡിയോസ് 24 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനും അതോടൊപ്പം 4K വീഡിയോസ് നമുക്ക് 30 ആൻഡ് 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനും സാധിക്കും. സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ് ഈ ഡിവൈസിൽ വരുന്നത്. f2.2 ആണ് അപ്പർച്ചർ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ഒരു സെൻട്രൽ പഞ്ച് ലഭിക്കുന്നത്. സെൽഫി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K വീഡിയോസ് 30 ആൻഡ് 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ഒരു ബാറ്ററിയാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം 25 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം 9 വാട്ട്സിൻ്റെ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ് കൂടി ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഡിവൈസിൽ വരുന്നത്. 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഡിവൈസിൽ അവൈലബിൾ അല്ല. അതോടൊപ്പം നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഈ ഡിവൈസിൽ അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 കളർ വേരിയൻസിലാണ് വരുന്നത്. മിസ്റ്റിക് ബ്രോൺസ്, മിസ്റ്റിക് വൈറ്റ്, അതുപോലെ തന്നെ മിസ്റ്റിക് ബ്ലാക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 20 അൾട്ര എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഓവറോൾ ഫീച്ചേഴ്സ്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് വേരിയൻറ്റിന് പ്രൈസ് വരുന്നത് ഏകദേശം 97,500 രൂപയാണ്. അതോടൊപ്പം ഒഫീഷ്യലി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്നലെയാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 21-നാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.